എത്ര മണിക്കായിരുന്നു ഏകദേശം? 12:20 ഉണ്ടാവും. ഉച്ചക്ക് 12:20 അല്ലേ? ആ ടൈമിൽ ഒരു പുക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഒരു പുക ഇങ്ങനെ വന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി. പിന്നെ ഡോറ് തുറന്നു വരുമ്പോഴത്തേനൊക്കെ തീയായി മാറി. പിന്നെ പൊട്ടലായപ്പോൾ നമ്മൾ രസം മാറി വണ്ടി ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നല്ല ഒരു 5-8 പൊട്ടൽ അങ്ങനെ പൊട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഡോറൊക്കെ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. 3 ഡോറും തുറന്നു നമ്മള്. പക്ഷെ മുക്കാൾ വെച്ചിട്ടതിനെ കൊണ്ട് മുക്കാളെ കഴിക്കാൻ പറഞ്ഞപ്പോൾ മുക്കാൾ കഴിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പത്തിനേക്ക് പിന്നെ കത്തി കഴിഞ്ഞപ്പോൾ അത് ഉരുകിയിട്ട് അവിടെ ലോക്കായി പോയിട്ടുണ്ടല്ലേ? പിന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പൊട്ടിത്തെറിക്കലാണ്ട് നമ്മൾ വായ്പെട്ടെങ്ങാണ്ട് നമ്മളപ്പുറം പോയി. ഒരുപാട് ആളുകൾ കൂടിയിരുന്ന ആ ടൈമിൽ അല്ലേ? രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. 5-8 ആളുണ്ടായിരുന്നു അന്നേരം. പിന്നെ എങ്ങനെയാണ് തീ കാണിച്ചത്? ആളതിന്റെ മുന്നേ നമ്മൾ പറയണ്ട ഒരാളതിന്റെ അവസ്ഥ. പോലീസുകാർ വന്നപ്പോ നമ്മൾ പറഞ്ഞു, പോലീസുകാർ ചോദിച്ച ആളുണ്ടെന്ന് വെച്ചപ്പോ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കത്തി ചാമ്പലായി കോഴിക്കോട് കോന്നാട് വെച്ച് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. സമീപത്തുള്ള നാട്ടുകാർ കാറിൻ്റെ 3 ഡോറ് തുറക്കുകയും കാറിലുണ്ടായിരുന്ന ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സീറ്റ് ബെൽറ്റ് ലോക്കായതിനാലും തീ അമിത വേഗത്തിൽ ആളിപ്പടരുകയും ചെയ്തതിനാൽ കാറിലുണ്ടായ ആളെ രക്ഷപ്പെടുത്താനായില്ല. ചേളന്നൂർ കുമാരസ്വാമി സ്വദേശിയായ മോഹൻദാസ് എന്നയാളാണ് വെന്തു മരിച്ചത്. എന്നാൽ കാറ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും 2 വണ്ടി ഫയർഫോഴ്സ് എത്തുകയും തീ പൂർണ്ണമായി അണയ്ക്കുകയും ചെയ്തു. ഇനി കാറിൻ്റെ ഉള്ളിൽ ഗൈസ് ഒന്നും കത്താനില്ല, എല്ലാം കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെറ്റലുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും കത്തി കരിഞ്ഞു പോയിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ ട്രാഫിക്കും കഴിഞ്ഞാണ്. Thank you.